ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഇലക്ട്രോണിക്സ് ബ്രാഞ്ചിൽ നിന്നുള്ള ഫീഡ്ബാക്ക് ആൻഡ് ഓസിലേറ്റേഴ്സ് എന്ന പോർഷനിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ ദ ക്രിസ്റ്റൽ ഓൾസോ കൺവേർട്ടഡ് ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു ഡാഷ് എനർജി. ഇവിടെ ഒരു എനർജി കൺവേർഷൻ നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ കേസിൽ നടക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആക്കി കൺവേർട്ട് ചെയ്യാണ് ചെയ്യുക. ഇലക്ട്രിക്കൽ ടു മെക്കാനിക്കൽ. ഓക്കെ, അത് ഓർത്ത് വെച്ചിരിക്കുക. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓപ്ഷൻ സി മെക്കാനിക്കൽ എനർജി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു മെക്കാനിക്കൽ എനർജി ഇൻ ക്രിസ്റ്റൽ ഓസിലേറ്റർ. ഓക്കെ, പിന്നെ ക്രിസ്റ്റൽ ഓസിലേറ്റർ നമ്മൾ എപ്പോഴും അറിയപ്പെടുന്നത് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഓസിലേറ്റർ സർക്യൂട്ട് ആണ് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്നുള്ളത് ഓർത്ത് വെച്ചിരിക്കുക. അതുപോലെ തന്നെ ഇത് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പീസോ ഇലക്ട്രിക് എഫക്റ്റ് ആണ്. പീസോ ഇലക്ട്രിക് എഫക്റ്റിന്റെ ബേസിലാണ് ക്രിസ്റ്റൽ ഓസിലേറ്റർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഓർത്ത് വെച്ചിരിക്കുക. അതായത് ഒരു ക്വാർട്സ് ക്രിസ്റ്റൽ യൂസ് ചെയ്തിട്ട് അതിന്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയാണ് പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദിസ് പീസോ ഇലക്ട്രിക് എഫക്റ്റ് പ്രൊഡ്യൂസസ് മെക്കാനിക്കൽ വൈബ്രേഷൻ ഓർ ഓസിലേഷൻ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു റീപ്ലേസ് ദ സ്റ്റാൻഡേർഡ് LC ടാങ്ക് സർക്യൂട്ട്. ഇവിടെ ഒരു LC ടാങ്ക് സർക്യൂട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നടക്കുന്ന എനർജി കൺവേർഷൻ ഇലക്ട്രിക്കൽ എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ആണ്. അതേപോലെ മെയിൻ ആയിട്ടും ക്രിസ്റ്റൽ ഓസിലേറ്റർ ഫേമസ് ആയിരിക്കുന്നത് ഫ്രീക്വൻസി സ്റ്റെബിലിറ്റിയുടെ കേസിലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്രിസ്റ്റൽ ഓസിലേറ്ററിന്റെ കാര്യത്തിൽ ഓർത്തു വെച്ചിരിക്കുക. സോ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അക്കോർഡിംഗ് ടു ബാർക്കോസൻ ക്രൈറ്റീരിയ ലൂപ്പ് ഗെയിൻ ഈസ്. നമുക്കറിയാം ഒരു ബാർക്കോസൻ ക്രൈറ്റീരിയ എന്നൊരു കാര്യം നമ്മുടെ ഓസിലേറ്റേഴ്സിന്റെ ഇതിലുണ്ട്. ഓസിലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എനി ആംപ്ലിഫയർ ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഔട്ട്പുട്ട് വിത്തൗട്ട് എനി ഇൻപുട്ട്. അതായത് ഇൻപുട്ട് ഇല്ലാണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സ് ആണ് ഓസിലേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മൾ ഓസിലേറ്റേഴ്സിൽ യൂസ് ചെയ്യുന്ന ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. പിന്നെ നമ്മൾ ഒരു സർക്യൂട്ട് ഓസിലേറ്റർ ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ അത് ഒബേ ചെയ്യേണ്ട ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അതാണ് നമ്മുടെ ബാർക്കോസൻ ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയയിൽ പറയുന്നത് 2 പോയിന്റ്സ് ആണ്. 2 പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ എ ബീറ്റ ഈക്വൽ ടു 1 ആയിരിക്കണം എന്നുള്ളതാണ്. ഇവിടെ ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്. അതേപോലെ എ എന്ന് പറയുന്നത് ഗെയിൻ ആണ്. അപ്പോ ഗെയിൻ ഇൻറ്റു ഫീഡ്ബാക്ക് ഫാക്ടർ എന്ന് പറയുന്നത് നമുക്ക് 1 ആയി കിട്ടണം. ഓക്കെ, ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണ്. പക്ഷെ ബീറ്റ എന്ന് പറഞ്ഞാല് ഫീഡ്ബാക്ക് വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഔട്ട്പുട്ട് ആയിരിക്കും ബീറ്റ എന്ന് പറയുന്നത്. സോ എ ബീറ്റ ഈക്വൽ ടു എപ്പോഴും 1 ആയിരിക്കണം. അത് മാത്രമല്ല സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാർക്കോസൻ ക്രൈറ്റീരിയയിലെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ടോട്ടൽ ഫേസ് ഷിഫ്റ്റ്. ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2π അഥവാ 360 ഡിഗ്രി ആയിരിക്കണം. ഓക്കെ, ടോട്ടൽ ഫേസ് ഷിഫ്റ്റ് എന്ന് പറയുന്നത് 2π അല്ലെങ്കിൽ 360 ഡിഗ്രി ആയിരിക്കണം. അപ്പോ ബാർക്കോസൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 2 പോയിന്റ്സ് ആണുള്ളത്. എ ബീറ്റ ഈക്വൽ ടു 1 ആണ്. എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ആംപ്ലിഫയറിന്റെ ഗെയിൻ ആണ്. ബീറ്റ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ഫാക്ടർ ആണ്. അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ ഫേസ് ഷിഫ്റ്റ് ഈക്വൽ ടു 2π അതായത് 360 ഡിഗ്രി. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ വരിക. എ ബീറ്റ ഈക്വൽ ടു 1 ആണ് വരേണ്ടത്. ഓക്കെ ആണല്ലോ. മൂവിങ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The frequency of oscillation of വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് ഓസിലേറ്റർ ആണ്. ഇവിടുത്തെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് 2 റെസിസ്റ്ററും 2 കപ്പാസിറ്ററും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1/2π റൂട്ട് ഓഫ് R1 C1 R2 C2 ഇങ്ങനെയാണ് വരിക ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത്. അപ്പോ ഇവിടെ പക്ഷേ R1 ഈക്വൽ ടു R2 ഈക്വൽ ടു R എന്ന് നമുക്ക് എടുക്കാം. അതുപോലെ C1 ഈക്വൽ ടു C2 ഈക്വൽ ടു C എന്ന് നമുക്ക് എടുക്കാം. അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇത് R² ആവും, C1 C2 C² ആവും. അങ്ങനെ വരുമ്പോൾ ഇക്വേഷൻ ചേഞ്ചസ് ടു 1/2π RC. അപ്പോ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് ദ വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ എന്ന് പറയുന്നത് 1/2π RC ആണ്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ.
നമുക്ക് ഇതിന്റെ കൂടെ ഇത് മാത്രമല്ല മെയിൻ ആയിട്ടുള്ള കുറച്ച് ഓസിലേറ്റേഴ്സിന്റെ റെസൊണന്റ് ഫ്രീക്വൻസി എങ്ങനെയായിരിക്കും എന്നും കൂടെ നോക്കാം. ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിന്റെ കേസിൽ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/2πRC × √6 ആണ്. ഇതിന്റെ ഡെറിവേഷൻ ആവശ്യമില്ല, നമുക്ക് ഇക്വേഷൻസ് പഠിച്ചു വെച്ചിരിക്കുക. പിന്നെ ഹാർട്ട്ലി ഓസിലേറ്ററിന്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ എന്ന് പറയുന്നത് 1/2π√C × L ഇക്വലന്റ് ആണ്. അവിടെ L ഇക്വലന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ L1 + L2 + 2M, ഇത് മ്യൂച്വൽ ഇൻഡക്ടൻസ് ആണ് M സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 3 ഇക്വേഷൻസും ഓർത്ത് വെച്ചിരിക്കുക. ആർ സി ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ, ഹാർട്ട്ലി ഓസിലേറ്റർ, വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഇവിടെ ക്വസ്റ്റ്യനിൽ വെയിൻ ബ്രിഡ്ജ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓസിലേറ്റർ മേ ബി സ്ക്വയർ, ട്രയാങ്കുലർ ഓർ സോടൂത്ത് വേവ് ഫോം. ഇറ്റ് ഈസ് നോൺ ആസ്. എന്തായിരിക്കും ഇവിടെ ഔട്ട്പുട്ട്? സ്ക്വയറോ സോടൂത്തോ ട്രയാങ്കുലറോ എന്താവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് പറയാം നോൺ സൈൻസോയിഡൽ ഓസിലേറ്റർ എന്നും പറയാം. അതിന്റെ വേറൊരു നെയിമാണ് റിലാക്സേഷൻ ഓസിലേറ്റർ. സോ ഇവിടെ ഓപ്ഷൻ സി ഓൺലി 2 and 3 ആണ്. സൈൻസോയിഡൽ ഓസിലേറ്ററിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഓൺലി സൈൻ വേവ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അത് ഇതിൽ പെടുത്താൻ പറ്റില്ല. ബാക്കി നോൺ സൈനസോയിഡൽ ഓസിലേറ്റർ എന്നും പറയാം, റിലാക്സേഷൻ ഓസിലേറ്റർ എന്നും പറയാം. സോ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ ഈസ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞതാണ് എന്താണ് പ്രൈമറി അഡ്വാൻറ്റേജ് ഓഫ് ക്രിസ്റ്റൽ ഓസിലേറ്റർ എന്ന് പറയുന്നത്. അതിന്റെ ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി ആണ്. ഓക്കെ, ഫ്രീക്വൻസി സ്റ്റെബിലിറ്റി എന്ന് പറയുന്നതാണ് അതിന്റെ ഏറ്റവും പ്രൈമറി ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ സി നോക്കുക, ഇറ്റ്സ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ റിമൈൻസ് ഓൾമോസ്റ്റ് കോൺസ്റ്റന്റ്. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. മൂവിംഗ് ഓൺ ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ആൻ ഓസിലേറ്റർ ദ ഫീഡ്ബാക്ക് സിഗ്നൽ ഈസ്. ഇതും നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതാണ്. ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആംപ്ലിഫയർ വിത്ത് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് വിത്തൗട്ട് എനി ഇൻപുട്ട്. ഇൻപുട്ട് ഒന്നും ഇല്ലാണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആണ് ഓസിലേറ്റർ. അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് തന്നെ അതിന് പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും. ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് നെഗറ്റീവും ഉണ്ട് പോസിറ്റീവും ഉണ്ട്. നെഗറ്റീവ് ഫീഡ്ബാക്ക് യൂസ് ചെയ്യുന്നത് ആംപ്ലിഫയറിന്റെ കേസിലും, പോസിറ്റീവ് ഫീഡ്ബാക്ക് ആയിരിക്കും നമ്മുടെ ഓസിലേറ്ററിന്റെ കേസിലും. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും. അതായത് ഫീഡ്ബാക്ക് സിഗ്നൽ എന്ന് പറയുന്നത് ഇൻ ഫേസ് വിത്ത് ദ ഇൻപുട്ട് സിഗ്നൽ ആയിരിക്കും. സോ ഇവിടെ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓസിലേറ്റേഴ്സ് ക്യാൻ ബി യൂസ്ഡ് ടു വെയർ ഹൈ സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീക്വൻസി. ഇത് നമ്മൾ 2-3 തവണ പറഞ്ഞതാണ്. പല ക്വസ്റ്റ്യൻസിലും പല ടൈപ്പിൽ ചോദിച്ചിട്ടുണ്ട്. സ്റ്റെബിലിറ്റി ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്ററിലാണ് അച്ചീവ് ചെയ്യാൻ പറ്റുക. സോ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവിടെ ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ ഓഫ് വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്റർ വിത്ത് R = 20 kilo ohm and C = 0.0010 മൈക്രോഫാരഡ്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു, കഴിഞ്ഞൊരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരുന്ന എന്താണ്? വെയിൻ ബ്രിഡ്ജ് ഓസിലേറ്ററിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷൻ ആണ് ചോദിച്ചത്. അതേ കാര്യം ഇവിടെ എന്താണ് പ്രോബ്ലം ആയിട്ട് ചോദിച്ചിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇക്വേഷൻ നമ്മൾ പഠിച്ചു 1/2πRC ആണ്. ദെൻ 1/2πRCയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. 2 × 3.14, പൈയുടെ വാല്യൂ 3.14 × 20 × K ആയതുകൊണ്ട് തന്നെ കിലോ ഓം ആയതുകൊണ്ട് 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ദെൻ 0.0010 മൈക്രോ ആണ്. ദെൻ 10⁻⁻6 എന്ന് എഴുതുക. മൈക്രോ ആയതുകൊണ്ട് 10⁻�6. അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇതിനെ നമുക്ക് ഈ 10⁻⁻6 അങ്ങ് ന്യൂമറേറ്ററിലേക്ക് കൊടുത്താൽ 10⁻⁻6 + 6 ആവും. ഡിവൈഡഡ് ബൈ 2 × 3.14 × 20 × 1 എന്ന് കിട്ടില്ലേ? ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ 1 എന്ന് വരും. ദെൻ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ കിട്ടി കഴിഞ്ഞിട്ട് പിന്നെ എന്താവും? 10⁻⁶. ഇത് ചെയ്തു നോക്കുക എല്ലാവരും. 10⁻⁶ ഡിവൈഡഡ് ബൈ 40 × 3.14 എന്ന് കിട്ടും. ദെൻ 10⁻⁵ ഡിവൈഡഡ് ബൈ 4 × 3.14 എന്നാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁵ ഡിവൈഡഡ് ബൈ 12.56 എന്ന് കിട്ടും. നമുക്കിത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ 7.96 കിലോ ഹെഡ്സ് എന്ന് കിട്ടും. 7.96 കിലോ ഹെഡ്സ്. അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നോക്കുക. ഓപ്ഷൻ എ 7.96 കിലോ ഹെഡ്സ് എന്നാണ് ആൻസർ വരിക. സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ, 7.96 കിലോ ഹെഡ്സ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചിരിക്കുക. മറ്റ് ഓസിലേറ്റേഴ്സിന്റെ ഫ്രീക്വൻസി ഓഫ് ഓസിലേഷന്റെ ഇക്വേഷനും ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഔട്ട്പുട്ട് ഓഫ് ആൻ ഓസിലേറ്റർ ഓസിലേറ്റ്സ് ബിറ്റ്വീൻ ഓഫ് ആൻഡ് ഓൺ സ്റ്റേജസ് ഫ്രീലി. ഔട്ട്പുട്ട് ഓൺ സ്റ്റേറ്റിലും ഓഫ് സ്റ്റേറ്റിലുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്യൂട്ട് എന്ന് പറയുന്നതാണ് അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന്റെ അനദർ നെയിം എന്താണ്? സ്ക്വയർ വേവ് ജനറേറ്റർ എന്നാണ്. സ്ക്വയർ വേവ് ഫ്രീക്വൻസി ജനറേറ്റർ. ഓക്കെ ആണല്ലോ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ, സ്ക്വയർ വേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇങ്ങനെയായിരിക്കും. അപ്പോ ഓൺ ഓഫ് ഓൺ ഓഫ് ഓൺ ഓഫ്. അപ്പോൾ രണ്ട് സ്റ്റേറ്റിനും ഓഫ് ഓൺ എന്ന് പറയുന്ന 0 and 1 ഈ സ്റ്റേറ്റിനിടയിൽ വരുന്നതാണ് നമ്മുടെ അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഷ്മിറ്റ് ട്രിഗർ അച്ചീവ് ഹിസ്റ്ററിസിസ് ബൈ യൂട്ടിലൈസിങ് റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. എന്താണ് ഷ്മിറ്റ് ട്രിഗർ എന്ന് പറയുന്നത്? ഹിസ്റ്ററിസിസ് അച്ചീവ് ചെയ്യുന്നത് റീജനറേറ്റീവ് പോസിറ്റീവ് ഫീഡ്ബാക്ക് വഴിയാണ്. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. നമ്മുടെ ഓസിലേറ്റേഴ്സിന്റെ കേസിലുള്ള പോലെ തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഇവിടെ വരിക. പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറയും, നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് സിഗ്നലുമായിട്ട് ഇൻ ഫേസ് ആയിരിക്കും. ഓക്കെ, സോ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്രൈറ്റീരിയ ഷുഡ് ബി സാറ്റിസ്ഫൈഡ് ഇൻ ഓർഡർ ടു യൂസ് ആൻ ആംപ്ലിഫയർ ഈസ് ആസ് ആൻ ഓസിലേറ്റർ? ഒരു ആംപ്ലിഫയറിനെ ഓസിലേറ്റർ ആയിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയുടെ പേരെന്താണ്? ബാർക്കൗസൻ ക്രൈറ്റീരിയ. ആ ക്രൈറ്റീരിയയിൽ എ ബീറ്റ, നമ്മൾ ഒരു തവണ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെ വേറൊരു തരത്തിൽ ചോദിച്ചിരിക്കുകയാണ്. എ ബീറ്റ ഈക്വൽ ടു 1 ആണ്. അതേപോലെ തന്നെ 2 പൈ ആയിരിക്കണം ഫേസ് ഷിഫ്റ്റ്, അഥവാ 360 ഡിഗ്രി ആയിരിക്കണം. അത് ഓർത്തിരിക്കുക. ഈ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ക്രൈറ്റീരിയ അച്ചീവ് ചെയ്യും. ഒരു ആംപ്ലിഫയറിന് ഈസി ആയിട്ട് ഒരു ഓസിലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്രിസ്റ്റൽ ഓസിലേറ്റർ ഹാസ്. ഇതിപ്പം എത്രാമത്തെ തവണയാണ് ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന് ഓർത്തേക്കുക. പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. കോൺസ്റ്റന്റ് ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഓസിലേറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ്. സോ ഇവിടെ ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. വിച്ച് ഓഫ് ദ ഫോളോയിങ് യൂസസ് എ സ്പ്ലിറ്റ് ടാങ്ക് കപ്പാസിറ്റർ? ഒരു സ്പ്ലിറ്റ് ടാങ്ക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ എന്ന് പറയുന്നത് കോൾപിറ്റ്സ് ഓസിലേറ്റർ ആണ്. അത് മാത്രമല്ല, കോൾപിറ്റ്സ് ഓസിലേറ്ററിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ്ഡ് ഫ്രീക്വൻസി എബവ് 1 മെഗാഹെഡ്സ് ആണ്. ഓക്കെ, 1 മെഗാഹെഡ്സിന് എബവ് ഉള്ള ഫ്രീക്വൻസിയിൽ യൂസ് ചെയ്യുന്ന ഓസിലേറ്റർ എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ കോൾപിറ്റ്സ് ഓസിലേറ്റർ. ആ ഫാക്ട് ഓർത്ത് വെച്ചിരിക്കുക. സോ യൂസ്ഡ് ഫ്രീക്വൻസി എബവ് 1 മെഗാഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും? നമ്മുടെ കോൾപിറ്റ്സ് ഓസിലേറ്റർ ആയിരിക്കും. അപ്പോൾ സ്പ്ലിറ്റ് ടാങ്ക് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതും കോൾപിറ്റ്സ് ഓസിലേറ്ററിലാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോളുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്പർ ഓഫ് RC നെറ്റ്വർക്ക് റിക്വയർഡ് ടു ബി കാസ്കേഡഡ് ഇൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. ഇവിടെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ നമ്മൾ 3 കപ്പാസിറ്റേഴ്സ് ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടാവും. അതേപോലെ തന്നെ ഇവിടെ 3 റെസിസ്റ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയും സർക്യൂട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്ററിൽ ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും RC നെറ്റ്വർക്ക് റിക്വയർഡ് ടു ബി കാസ്കേഡഡ് ഇൻ RC ഫേസ് ഷിഫ്റ്റ് ഓസിലേറ്റർ എന്ന് പറയുന്നത് 3 ആണ്. സോ ഇവിടെ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പീസോ ഇലക്ട്രിക് എഫക്ട് ഇൻ എ ക്രിസ്റ്റൽ ഈസ് വോൾട്ടേജ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് മെക്കാനിക്കൽ സ്ട്രെസ് എന്നാണ് ആൻസർ വരിക. നമ്മൾ പറഞ്ഞിരുന്നു ഒരു മെക്കാനിക്കൽ സ്ട്രെസ്സിന്റെ ഫലമായിട്ട് ഉണ്ടാവുന്ന ഒരു വോൾട്ടേജ് ആണ് പീസോ ഇലക്ട്രിക് എഫക്ട് കാരണം ഉണ്ടാവുന്നത്. ആ പീസോ ഇലക്ട്രിക് എഫക്ട് ആണ് നമ്മുടെ ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റൽ ഓസിലേറ്ററിൽ എന്താ സംഭവിക്കുക? ഇലക്ട്രിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ടുള്ള കൺവേർഷൻ ആണ് അവിടെ നടക്കുക. സോ ഇവിടെ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇന്ന് ചെയ്ത ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുട്ടികളാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് അവർ ചാനൽ. സൈനിങ് ഓഫ് സ്റ്റഡി പാർട്ട്ണർ. ക്ലിക്ക് ഫോക്കസ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.